എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പ്രധാനമന്ത്രി ഒരിക്കൽ ട്രംപിനെ മൈ ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞ് വിശേഷിപ്പിക്കുകയും എന്നാൽ അതിനൊക്കെ ശേഷം ട്രംപ് പറ്റുന്ന രീതിയിലെല്ലാം ഇന്ത്യക്കിട്ട് പാര വെച്ചുകൊണ്ടിരിക്കുന്നു, താരിഫ് കൂട്ടുന്നു. ഇന്ത്യയോട് റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങിയാൽ ഓരോ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും, ഇറാനിൽ നിന്ന് വാങ്ങുന്നത് നിർത്തുക, അങ്ങനെ ഒരു തരത്തിൽ അങ്ങോട്ട് സൗഹൃദം സ്ഥാപിക്കാൻ ശ്രമിച്ചതിൻ്റെ പേരിൽ ഇങ്ങോട്ട് ഒരു കാരണവുമില്ലാതെ ഉപദ്രവിക്കുന്ന ഒരു ശൈലിയായിരുന്നു ട്രംപിൻ്റേതെന്ന് പറയാം. എന്നാൽ അങ്ങനെയുള്ള ട്രംപ് ഇപ്പോൾ ഈ കാര്യം നേരെ തിരിച്ചു പറഞ്ഞിരിക്കുകയാണ്. മോദി അല്ലെങ്കിൽ ഭാരതം നമ്മളെ സൗഹൃദത്തിലാണ്, ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടാകാത്ത അത്ര ഉയരത്തിലേക്ക് നമ്മളുടെ റിലേഷൻഷിപ്പ് കൊണ്ടുപോകാനായിട്ട് സാധിക്കണം എന്നൊക്കെ. എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ട്രംപിനെ കുറിച്ച് പറയേണ്ട ഒരു കാര്യമുണ്ട്. അഹങ്കാരിയായിട്ടുള്ള ഒരു കച്ചവടക്കാരനെ ഒരു രാജ്യത്തിൻ്റെ പ്രസിഡന്റ് ആക്കിയാൽ, ഒരു തലവനാക്കിയാൽ ആ രാജ്യവും ലോകം മുഴുവനും, പ്രത്യേകിച്ച് അമേരിക്ക പോലെ വലിയൊരു രാഷ്ട്രത്തിൻ്റെ പ്രസിഡന്റ് ആകുമ്പോൾ ലോകം മുഴുവനും, ഇന്ത്യ ഉൾപ്പെടെ അതിനനുഭവിക്കുമെന്നുള്ളതാണ് ഈ ട്രംപിൻ്റെ കാര്യത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അയാളൊരു അമേരിക്കൻ പ്രസിഡന്റ് ആണ് എന്നതിലുപരി ഇപ്പോഴും ഒരു കച്ചവടക്കാരൻ തന്നെയാണ്. അതും ഒരു എത്തിക്സും ഇല്ലാത്ത, ലാഭം മാത്രം ലക്ഷ്യമിടുന്ന അഹങ്കാരിയായിട്ടുള്ള ഒരു കച്ചവടക്കാരനായ പ്രസിഡന്റാണ് ട്രംപ് എന്ന് പറയേണ്ടി വരും. ഇങ്ങനെയുള്ള ഒരാളെ എങ്ങനെയാണ് മോദി തോൽപ്പിച്ചത് എന്നാണ് ഈ വീഡിയോയിൽ വിശദമാക്കുന്നത്. നമ്മുടെ പ്രധാനമന്ത്രി മോഡിയെ ഒരുപാട് പുകഴ്ത്തി പറയുന്ന വീഡിയോ ഒന്നും അല്ല ഇത്. പക്ഷേ ട്രംപിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഒരു പക്ഷേ ഏറ്റവും നന്നായി മനസ്സിലാക്കിയ ലോക നേതാക്കളിൽ ഒരാളാണ് മോഡി എന്ന് പറയേണ്ടി വരും. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഏറ്റവും അധികം എക്സ്പോർട്ട് ചെയ്യുന്നത് ഏത് രാജ്യത്തേക്കാണ്? അമേരിക്കയിലേക്കാണ്. നമ്മുടെ കയറ്റുമതിയുടെ ഒരു 1/5 അമേരിക്ക എന്ന് പറയുന്ന ഒരു രാജ്യത്തിലേക്ക് തന്നെയാണ്. അങ്ങനെയുള്ള അമേരിക്കയാണ് ഇന്ത്യക്കെതിരെ പിഴ, തീരുവ ഉൾപ്പെടെയുള്ളവ ചുമത്തി 50% താരിഫ് ചുമത്തിയത്. അതായത് ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്ന ഒരു സാധനത്തിന് അത്രയും നാൾ അവിടെ $100 കിട്ടിക്കൊണ്ടിരുന്നത് പിന്നീട് അവിടെ ഉള്ളവർ $150 കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ആ ഇന്ത്യൻ ഉൽപ്പന്നം അവിടെ വാങ്ങാനായിട്ട് സാധിക്കുമായിരുന്നുള്ളൂ. ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്കുള്ള കയറ്റുമതിയെ മുഴുവൻ ഇത് നല്ല രീതിയിൽ ഗുരുതരമായിട്ട് ബാധിച്ചു. ഇന്ത്യയിലെ IT, ടെക്സ്റ്റൈൽസ് ഒക്കെ തുടങ്ങിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലെ കിക്ടെക്സ് മുതൽ തമിഴ്നാട്ടിലെയും ഗുജറാത്തിലെയും ഒക്കെ വലിയ ടെക്സ്റ്റൈൽസ്, ഗാർമെന്റ്സ് മേഖല ആകെ തകർന്ന് തരിപ്പണമായ അവസ്ഥയിലായിരുന്നു. തിരുപ്പൂരിൻ്റെയൊക്കെ അവസ്ഥ വളരെ മോശമായിരുന്നു. കുതിച്ച് മുന്നേറിക്കൊണ്ടിരുന്ന, വലിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരുന്ന ഗുജറാത്തിലെയും UP-യിലെയും തമിഴ്നാട്ടിലെയും ഒക്കെ പല വ്യാവസായിക മേഖലകളും ഒക്കെ മന്ദഗതിയിലായി. ബേസിക് റേറ്റ് ഒരു 25%, പിന്നെ ഒരു പിഴ തീരുവ 25% വേറെയും ചേർത്താണ് ഈ 50% തീരുവ നിന്നിരുന്നത്. എന്നാൽ അങ്ങനെ ചെയ്തിരുന്ന ട്രംപ് തന്നെയാണ് ഇപ്പോൾ അത് വെറും 18% മാറ്റിയിരിക്കുന്നത്. ഇന്ത്യയോട് മാത്രമല്ല പല രാജ്യങ്ങളോടും ഇതേ രീതിയിൽ തന്നെയാണ് അമേരിക്ക ഇത് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഇപ്പോൾ എന്ത് പറ്റി? ഇവിടെയാണ് മോദി എന്ന് പറയുന്ന ഒരു ലോക നേതാവിൻ്റെ തന്നെ ഒരു സ്ട്രാറ്റജി എത്ര മികച്ചതാണെന്ന് മനസ്സിലാക്കേണ്ടത്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യങ്ങളുമൊക്കെ ആയിട്ട് ഏറ്റവും വലിയ വ്യാപാര കരാറുകളിലൊക്കെയാണ് ഇന്ത്യ ഈ വർഷം തന്നെ ഏർപ്പെട്ടിരിക്കുന്നത്. ഇത് ഭാവിയിൽ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാകുമെന്നതിന് ഒരു സംശയവുമില്ല. ഇങ്ങനെ നമ്മുടെ രാജ്യം വളരുമ്പോൾ അതിനൊപ്പം വളരാൻ നമുക്കും അവസരങ്ങളുണ്ട്. വളർന്നുകൊണ്ടിരിക്കുന്ന ഇന്ത്യൻ മാർക്കറ്റിൽ നിക്ഷേപിക്കണമെന്ന് ചിന്തിക്കുന്നവരില്ലേ, അവർക്ക് ഇന്ത്യയിലെ ഏറ്റവും ഡിപ്പെൻഡബിൾ ആയിട്ടുള്ള, മാർക്കറ്റിൽ ശക്തമായി നിലനിൽക്കുന്ന 50ഓളം ക്വാളിറ്റി കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്ത് പണം വളർത്താനുള്ള ഒരു അവസരം ഇപ്പോൾ വന്നിട്ടുണ്ട്. ബജാജ് ലൈഫിന്റെ BSE 500 ക്വാളിറ്റി 50 ഇൻഡെക്സ് ഫണ്ട് എന്ന NFOയിൽ ഈ വരുന്ന ഫെബ്രുവരി 15 വരെ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിലൂടെ പോയാൽ മതി. അവിടെ നിങ്ങൾക്ക് മലയാളത്തിൽ തന്നെ സംശയങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. ഇനി അവരുടെ ഏജന്റ് നേരിട്ട് വീട്ടിൽ വന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരണമെന്നാണെങ്കിൽ അതിനുള്ള അവസരങ്ങളുമുണ്ട്. ഇവിടെ ക്യാപിറ്റൽ ഗ്യാരണ്ടീഡ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്താൽ മാർക്കറ്റ് ഇടിഞ്ഞാലും ₹1 പോലും നിങ്ങൾക്ക് നഷ്ടപ്പെടില്ല. മാർക്കറ്റ് കയറുമ്പോൾ അതിന്റെ ലാഭം കിട്ടുകയും ചെയ്യും. ഈ NFOയുടെ ഇൻഡെക്സിന്റെ റിട്ടേൺസ് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ 5-7 വർഷങ്ങളിലായി ഓരോ വർഷവും ശരാശരി 26.2%, 21.2% റിട്ടേൺസ് ആണ് നൽകിയിട്ടുള്ളത്. ബാങ്കിനേക്കാൾ എത്രയോ മടങ്ങാണ് ഇവിടെ റിട്ടേൺസ് എന്ന് നോക്കുക. ഇവിടെ NAV 10 രൂപയാണ്. 2000 രൂപ മുതൽ എത്ര വലിയ തുകയും നിങ്ങൾക്ക് ഇവിടെ നിക്ഷേപിക്കാം. നിങ്ങൾ അടയ്ക്കുന്ന പ്രതിമാസ പ്രീമിയത്തിന്റെ 120 മടങ്ങ് വരുന്ന ഒരു ലൈഫ് കവർ നിങ്ങൾക്ക് ലഭിക്കും. വർഷത്തിൽ 2.5 ലക്ഷം രൂപ വരെ നിക്ഷേപിച്ചാലും ലഭിക്കുന്ന ലാഭത്തിന് നികുതി ഒന്നും ഉണ്ടാകില്ല. പ്രവാസികൾ പ്രതിമാസം 18,000 രൂപയൊക്കെ വെച്ച് നിക്ഷേപിച്ചാൽ 2 കോടിയുടെ വരെ റിട്ടേൺ സാധ്യത പറയുന്നുണ്ട്. ഇവിടെ 5 വർഷം ലോക്കിംഗ് പീരീഡ് ഉള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് അത്രയും കാലം തുടർച്ചയായി നിക്ഷേപിക്കാൻ കഴിയുന്ന ഒരു തുക തിരഞ്ഞെടുക്കുക. അപ്പോൾ ഫെബ്രുവരി 15 വരെയാണ് ഈ NFOയുടെ ലാസ്റ്റ് ഡേറ്റ്. അതായത് ഇനി 11 ദിവസങ്ങൾ കൂടി മാത്രമേ ഉള്ളൂ. താഴെയുള്ള ലിങ്കിലൂടെ പോയാൽ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും ഇൻവെസ്റ്റ് ചെയ്യാനും സാധിക്കും. താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും ചെക്ക് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് തിരിച്ചു വരാം. അമേരിക്ക ഇങ്ങനെ പിഴ, തീരുവയൊക്കെ ചുമത്തിയപ്പോൾ, താരിഫ് വർദ്ധിപ്പിച്ചപ്പോൾ നമ്മളിവിടെ വലിയ പ്രതിഷേധങ്ങൾ അറിയിക്കുകയോ അല്ലെങ്കിൽ അമേരിക്കയോട് അതേ നാണയത്തിൽ തിരിച്ചടിക്കുകയോ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയോ ഒന്നും ചെയ്തില്ല ഇവിടെ. അതൊക്കെ നമ്മുടെ രാജ്യത്തിന്റെ കഴിവുകേടായിട്ടും പലരും വ്യാഖ്യാനിച്ചു. നേരെ മറിച്ച് ഇതിനുള്ള ഒരു മറുപണി എങ്ങനെ നൈസായിട്ട് കൊടുക്കാം എന്നുള്ള
കാര്യങ്ങൾ തന്നെയാണ് നമ്മുടെ ഇന്ത്യൻ ഭരണകൂടം മുന്നോട്ട് നീക്കിയിരുന്നത്. പ്രധാനമായിട്ടും റഷ്യയും ചൈനയുമായിട്ട് കൂടുതൽ അടുത്തു. അതായത് ചൈനയുമായിട്ട് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, എന്നാൽ പോലും ബ്രിക്സ് പോലെയുള്ള കാര്യങ്ങൾ വളരെ ശക്തമാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ ഡോളറിനെതിരെ ബ്രിക്സ് കറൻസിയുടെ കാര്യമൊക്കെ നമ്മൾ പണ്ട് വീഡിയോ ചെയ്തതാണ്. അത് തന്നെയുമല്ല, അമേരിക്ക കഴിഞ്ഞാൽ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലേക്കാണ്, UAE-യിലേക്കാണ് ഇന്ത്യ ഏറ്റവും അധികം കയറ്റുമതി ചെയ്യുന്നത്. അവരുമായിട്ടുള്ള സഹകരണം അല്ലെങ്കിൽ കയറ്റുമതിയുമൊക്കെ വൻതോതിൽ വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള കരാറുകൾ ഉണ്ടാക്കുന്നു. ഇതൊന്നും കണ്ടിട്ട് അനങ്ങാതിരുന്ന ട്രംപ് വീണുപോയത്, പേടിച്ചത് എവിടെയാണെന്ന് ചോദിച്ചാൽ മദർ ഓഫ് ഓൾ ഡീൽസ് എന്ന് പറഞ്ഞ് യൂറോപ്പിലെ എല്ലാ പ്രധാന രാജ്യങ്ങളുമായിട്ടും, അതിൽ 10-27 രാജ്യങ്ങൾ നാറ്റോയിൽ തന്നെ അംഗമായിട്ടുള്ളവരാണ്. നാറ്റോയിൽ വലിയ ഭിന്നതയൊക്കെ ഈയിടെ വന്നിരുന്നു അമേരിക്കയുമായിട്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അമേരിക്കയോട് ഭിന്നിപ്പുണ്ടാക്കിയ ഈ പറയുന്ന യൂറോപ്പ് ഇന്ത്യയുമായിട്ട് മദർ ഓഫ് ഓൾ ട്രേഡ് ഡീൽസ് എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു വലിയ കരാറുമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഇതാണ് അമേരിക്ക അക്ഷരാർത്ഥത്തിൽ കുലുക്കിയത്. കാരണം അമേരിക്ക എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് ഏറ്റവും അധികം എക്സ്പോർട്ട് ഉള്ള രാജ്യമാണെങ്കിലും ഈ പറയുന്ന ബദൽ സംവിധാനങ്ങൾ, യൂറോപ്പിലെ രാജ്യങ്ങൾ, അതുപോലെ ചൈനയും റഷ്യയും UAE-യും ഒക്കെ ആയിട്ടുള്ള വലിയ സഹകരണങ്ങൾ, ബ്രിക്സിന്റെ ശാക്തീകരണം, ഇതെല്ലാം വരുമ്പോൾ അമേരിക്ക ഇല്ലെങ്കിലും, അല്ലെങ്കിൽ ഇനി ഭാവിയിൽ മുന്നോട്ട് പോയാൽ അമേരിക്കയ്ക്കായിരിക്കും ക്ഷീണം, ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല എന്നുള്ള രീതിയിൽ പകരം വഴികളൊക്കെ കണ്ടുപിടിക്കുകയാണ് മോദി ഗവൺമെന്റ് ചെയ്തത്. അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നതിന് കൂടുതൽ നികുതി കൊടുക്കേണ്ടി വരുന്നു, എന്നാൽ അമേരിക്കയിലേക്ക് കയറ്റിവിടുന്നതിന് വലിയ നികുതി ഇല്ലായിരുന്നു എന്നൊക്കെയുള്ളതാണ് ന്യായമായിട്ടുണ്ടായിരുന്ന ട്രംപിന്റെ ഒരു ആരോപണമെങ്കിൽ, യൂറോപ്പും ഇന്ത്യയുമായിട്ട് വന്നിരിക്കുന്ന കരാർ അനുസരിച്ച് ഭാവിയിൽ ഇന്ത്യയിൽ നിന്ന് യൂറോപ്പിലേക്ക് കയറ്റിവിടുന്ന സാധനങ്ങൾക്കൊന്നും നികുതിയേ ഇല്ല എന്നുള്ള രീതിയിലാണ്. പല നികുതികളുണ്ട് എങ്കിൽ പോലും പല സാധനങ്ങൾക്കുമൊക്കെ നികുതിയേ ഇല്ല. നേരെ മറിച്ച് ഇന്ത്യയിലേക്ക് അവർ ഇറക്കുമതി ചെയ്യുന്നതിനൊക്കെ നികുതി ഉണ്ടാവും, അത് ഘട്ടം ഘട്ടമായിട്ട് ഒഴിവാക്കും എന്നുള്ളതായിരുന്നു അതിന്റെ ചുരുക്കം. ഇതെല്ലാം കൂടെ കണ്ടപ്പോൾ ട്രംപ് പേടിച്ചു എന്നുള്ളതാണ്. നമ്മൾ ഒരു പ്രതിഷേധവും അറിയിക്കാതെ തന്നെ ട്രംപ് തന്നെ ഇങ്ങോട്ട് വന്ന് നാണം കെട്ട് നമ്മുടെ താരിഫ് എല്ലാം ഒഴിവാക്കിയിരിക്കുകയാണ്. കുഴപ്പമൊന്നുമില്ല, 18% തന്നെ, ഞാൻ വെറുതെ ഒരു നമ്പർ ഇട്ടതാണ് എന്നൊക്കെ. 75% വരെ ആക്കുമെന്നുള്ള ഭീഷണി അടുത്തിടെ പോലും മുഴക്കിയ ഒരാളാണ് ഇപ്പോൾ ഈ പറയുന്നത്. പ്രധാനമന്ത്രി തന്നെ ട്വിറ്ററിലൊക്കെ കൊടുത്തിരിക്കുന്നത് എന്താണ്, ഇപ്പൊ എന്തായി, അല്ലെങ്കിൽ ഞങ്ങളോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും എന്നൊന്നുമല്ല, ട്രംപിനോട് നന്ദി പറഞ്ഞുകൊണ്ട് ഓക്കെ എന്നുള്ള രീതിയിലാണ്. ഇതാണ് ഏറ്റവും മനോഹരമായ യുദ്ധം എന്നുള്ളതാണ്. ശത്രുവിനെ ഒരു തരത്തിലും നമ്മൾ പ്രകോപിപ്പിച്ചിട്ടില്ല. നമുക്ക് വേണ്ടത് എന്താണോ ആ വഴിക്ക് തന്നെ അവർ വന്നു. ട്രംപ് ഇങ്ങനെ അയഞ്ഞപ്പോൾ പണി കിട്ടിയത് നമ്മുടെ പാകിസ്ഥാനും ബംഗ്ലാദേശിനും തന്നെയാണ്. അതുപോലെ വിയറ്റ്നാമിനും കുറച്ച് പണി കിട്ടിയിട്ടുണ്ട്. വിയറ്റ്നാമും നമ്മളുമായിട്ട് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇന്ത്യയിലെ ഗാർമെന്റ്സും തുണിത്തരങ്ങളും അങ്ങനെ പല പ്രധാന കയറ്റുമതികളും ഒക്കെ അതിനെല്ലാം വല്ലാതെ താരിഫ് ചുമത്തിയപ്പോൾ മറ്റൊരു ഓപ്ഷനായിട്ട് ഉണ്ടായിരുന്നത് പാകിസ്ഥാനും പ്രധാനമായിട്ട് ബംഗ്ലാദേശും ഒക്കെയാണ്. അവിടെ നിന്നുള്ള ടെക്സ്റ്റൈൽസ് ഉൽപ്പന്നങ്ങളും മറ്റുമൊക്കെ അമേരിക്കയിലേക്ക് പോവുകയും നമ്മുടെ തമിഴ്നാട്ടിലെ തിരുപ്പൂരും അല്ലെങ്കിൽ ഗുജറാത്തിലെ പല പ്രധാന വ്യാവസായിക യൂണിറ്റുകളും ഒക്കെ തകർന്ന് തരിപ്പണമാകുമെന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തിയിരുന്നു. തമിഴ്നാടിനെയൊക്കെ ഇത് നല്ല രീതിയിൽ ബാധിച്ചിരുന്നു. എന്നാൽ അങ്ങനെ നിന്നിരുന്ന പാകിസ്ഥാൻ പോലും നിലവിൽ ഇപ്പോൾ 19% ഉണ്ട്. ബംഗ്ലാദേശും വിയറ്റ്നാമും ഒക്കെ എടുത്താലും 20%, അതുപോലെ ചൈനയിൽ 35% തന്നെ ഇപ്പോൾ നിൽക്കുന്നുണ്ട്. നിലവിൽ സംഭവിച്ചിരിക്കുന്നത് എന്താണ്, ഇന്ത്യയിലെ തുണിത്തരങ്ങളുടെയും അല്ലെങ്കിൽ ടെക്സ്റ്റൈൽസ് ഗാർമെന്റ്സ് മേഖലയിലും സമുദ്രോൽപ്പന്നങ്ങൾ, IT, ഇങ്ങനെ അമേരിക്കയിലേക്ക് നമ്മൾ കയറ്റുമതി ചെയ്തിരുന്ന പല കാര്യങ്ങളും പൂർവാധികം ശക്തിയോടെ വീണ്ടും അമേരിക്കയിലേക്ക് പോയി തുടങ്ങി. ഭാവിയിൽ ഇനി ഉണ്ടാവുക ഇന്ത്യയിൽ ഇപ്പോൾ നമ്മുടെ കിറ്റക്സിന്റെ കാര്യം മുതൽ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ വ്യവസായങ്ങളും പൂർവാധികം ശക്തിയോടെ വളരാനും കൂടുതൽ ആളുകൾക്ക് ജോലി കിട്ടാനും ഒക്കെയുള്ള ഒരു സാഹചര്യം തന്നെയാണ് വന്നിരിക്കുന്നത്. എന്നാൽ ഇതിനെല്ലാം വേണ്ടി ഇന്ത്യ കാര്യമായിട്ട് എന്തെങ്കിലും ഒക്കെ ചെയ്തോ എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല. സംയമനത്തോടെ നമ്മൾ വേണ്ട കാര്യങ്ങൾ ചെയ്തു, പ്രതിവിധി ചെയ്തു എന്നുള്ളത് മാത്രമാണ്. അതാണ് ഇവിടെ വിജയിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് മോദിയുടെ വിജയം എന്ന് തന്നെ പറയേണ്ടത്. ഇന്ത്യൻ വിപണി ഇപ്പോൾ പൂർവാധികം ശക്തിയോടെ ഉണർന്നിരിക്കുകയാണ്. ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയ്ക്ക് വലിയ വീഴ്ചകളൊക്കെ ഉണ്ടായത് ട്രംപിന്റെ ഓരോ നടപടിയുടെ ഭാഗമായിട്ടും കൂടെയാണ്. അമേരിക്കയിലേക്കുള്ള ഇന്ത്യയുടെ കയറ്റുമതിയൊക്കെ ചോദ്യം ചെയ്യപ്പെടുന്നു. അല്ലെങ്കിൽ മൊത്തത്തിൽ പറഞ്ഞാൽ ഇന്ത്യൻ രൂപയുടെ ഡിമാൻഡ് അന്താരാഷ്ട്ര വിപണിയിൽ കുറഞ്ഞപ്പോൾ അതിന്റെ മൂല്യവും കുറഞ്ഞു. അല്ലെങ്കിൽ ഒരു ഡോളറിനെതിരെ 92 രൂപയും ഒക്കെ ആകുന്നു. എന്നാൽ ഇപ്പോൾ അത് ശക്തിപ്പെട്ടു വരികയുമാണ്. ഇന്ത്യൻ വിപണി ഉണർന്നിരിക്കുകയുമാണ്. വേറൊരു കാര്യം ട്രംപ് പറഞ്ഞിരിക്കുന്നത്, ഞങ്ങൾ ഈ ചെയ്തിരിക്കുന്നത് പോലെ തന്നെ ഞങ്ങൾ 18% ആക്കിയെങ്കിൽ ഇന്ത്യ 0% ആക്കി എന്നൊക്കെയാണ്. നിലവിൽ അങ്ങനെയൊന്നുമല്ല. ഇന്ത്യ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് വെച്ചിരിക്കുന്ന താരിഫ് കുറച്ചിട്ടുണ്ട്. പക്ഷെ അത് വളരെ സെലക്റ്റീവ് ആയിട്ടുള്ള ചില സാധനങ്ങൾക്ക് 0% ഒക്കെ ആക്കിയിട്ടുണ്ടെങ്കിലും മുൻപ് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ഇവിടെ ഇറക്കുമതി ചെയ്യുമ്പോൾ ഏത് രീതിയിലുള്ള താരിഫൊക്കെ ആണോ, ടാക്സ് റേറ്റ് ആണോ, അതേ കാര്യങ്ങളൊക്കെ തന്നെയാണ്, ഇറക്കുമതി ചുങ്കം തന്നെയാണ് നിലവിലിരിക്കുന്നത്. വളരെ കുറച്ച് സാധനങ്ങൾക്കൊക്കെ മാത്രമേ മാറ്റം വരുത്തിയിട്ടുള്ളൂ. എന്നാൽ അവിടെ പിടിച്ചുകൊണ്ടാണ് ട്രംപ് ഇങ്ങനെ അവകാശവാദങ്ങളൊക്കെ പറയുന്നത്. ഒരിക്കലും തൻ്റെ തെറ്റ് സമ്മതിക്കാത്ത, താൻ ഒരു കാര്യത്തിൽ പരാജയപ്പെട്ടാൽ അത് സമ്മതിക്കാത്ത
വളരെ ഈഗോയുള്ള അല്ലെങ്കിൽ തനി ബിസിനസ്സുകാരനായിട്ടുള്ള ഒരാളാണ് പ്രസിഡന്റ് സ്ഥാനത്ത് കയറി അമേരിക്കയിൽ ഇരിക്കുന്നത് എന്നുള്ളതിന് ഒരു സംശയവുമില്ല. ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റ് എന്നതിനേക്കാളും ട്രംപിന് ഈ പറയുന്ന പോലെ ക്രിപ്റ്റോ കറൻസിയിലൊക്കെ കുറച്ച് കമ്പനികളുമൊക്കെ അവരുടെ കുടുംബത്തിൻ്റെതായിട്ടുണ്ട്. പല മൂന്നാംകിട രാജ്യങ്ങളിലും അല്ലെങ്കിൽ പാകിസ്ഥാൻ പോലെയുള്ള രാജ്യങ്ങളിലുമൊക്കെയാണ് ഇത് പ്രധാനമായിട്ടും അവർ ലാഭം ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നത്. അങ്ങനെ അനുവദിക്കുന്ന രാജ്യങ്ങൾ, പാകിസ്ഥാൻ ഒരു ഉദാഹരണമാണ്, അവരുമായിട്ട് കൂടുതൽ സൗഹൃദത്തിലാവുന്നു. ഏത്? അമേരിക്ക എന്ന് പറയുന്ന രാജ്യം. ആരാണത് ചെയ്യുന്നത്? ട്രംപ് തന്നെ. അമേരിക്കക്കാർക്ക് പറ്റിയ ഒരു തെറ്റ് തന്നെയാണ്. ഇയാൾ ബിസിനസ്സൊക്കെ വിട്ട് പ്രസിഡന്റായിട്ട് വന്ന് ഇരിക്കുമെന്നായിരിക്കും അവർ വിചാരിച്ചിട്ടുണ്ടാവുക. പക്ഷേ അയാൾ ആ കസേരയിൽ ഇരിക്കുമ്പോഴും ഒരു തനി ബിസിനസ്സുകാരൻ തന്നെയാണ്, ഒരു എത്തിക്സും ഇല്ലാത്ത ബിസിനസ്സുകാരനാണ്. എന്താണെങ്കിലും അമേരിക്കൻ പ്രസിഡന്റായിട്ട് ട്രംപിനെ പോലെയുള്ള ഒരാൾ കയറി ഇരിക്കുന്നത് കൊണ്ട് ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങൾക്കും ലോകരാജ്യങ്ങൾക്കും ഒക്കെ തലവേദനയാണ് എന്ന് തന്നെയാണ് നമ്മൾ കാണുക. ഇപ്പോൾ ഇലോൺ മസ്കിനെ പോലെയൊക്കെയുള്ള ഒരാൾ അമേരിക്കൻ പ്രസിഡന്റ് ആയാലും പിന്നെയും നല്ലതായിരിക്കും. അയാളും ഒരു ബിസിനസ്സുകാരനാണ്. ഇപ്പോൾ ഒന്നാമത് ഇലോൺ മസ്ക്, അയാൾക്കൊരു 800 ബില്യൺ ആസ്തി ഉണ്ടെങ്കിൽ രണ്ടാമത് വരുന്ന ഏറ്റവും വലിയ പണക്കാരന് ഒരു 270 ബില്യന്റെ ഒക്കെ ആസ്തിയുള്ളൂ. അത്ര വലിയ ധനികനായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇലോൺ മസ്ക്. എന്നാൽ മസ്ക് ഒക്കെ ഭാവിയിൽ അമേരിക്കൻ പ്രസിഡന്റ് ആയാലും സിറ്റിസൺഷിപ്പിന്റെ ഒക്കെ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ അമേരിക്കയിൽ തന്നെ അല്ല ജനിച്ചത് എങ്കിലും അതൊരു വിഷണറി ഉള്ള ഒരു ലീഡർ ആകാനാണ് സാധ്യതയെങ്കിൽ ഈ ട്രംപിനെ പോലെയുള്ള ഒരു തനി കച്ചവടക്കാരൻ അമേരിക്കൻ പ്രസിഡന്റ് ആയിരിക്കുന്നത് എന്തുകൊണ്ടും ലോകത്തിന് ദൗർഭാഗ്യം തന്നെയാണ്. ട്രംപിൻ്റെതായ ചില പ്ലസ് പോയിന്റുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, പക്ഷെ അതിനെയൊക്കെ ഇല്ലാതാക്കുന്നത് തന്നെയാണ് പുള്ളിയുടെ ദുർഗുണങ്ങൾ എന്ന് പറയേണ്ടി വരും. ഇത്തരം വ്യാപാര കരാറുകൾ ഭാവിയിൽ ഇന്ത്യയുടെ വളർച്ചയ്ക്ക് വലിയൊരു മുതൽക്കൂട്ടായിരിക്കും. ഭാവിയിൽ മാർക്കറ്റ് വളരുമ്പോൾ നിങ്ങൾക്കും ലാഭം ഉണ്ടാകണമെങ്കിൽ ഇപ്പോഴേ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങണം. അതിന് വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ നിക്ഷേപ അവസരത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഫെബ്രുവരി 15 വരെയാണ് ഈ NFOയിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ അവസരം ഉണ്ടായിരിക്കുക. അതായത് ഇനി വെറും 11 ദിവസങ്ങൾ കൂടി മാത്രമേ ഉള്ളൂ. ലിങ്ക് കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അതിൽ പോയി കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കി ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ QR കോഡ് സ്കാൻ ചെയ്താലും മതി. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റിൽ അറിയിക്കുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം. നന്ദി, നമസ്കാരം.